ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. രേഖാചിത്രം സിനിമയുടെ 4 ദിവസത്തെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 27 കോടി രൂപയോളമാണ് സിനിമ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും 4 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിരിക്കുന്നത്. റൈഫൽ ക്ലബ് എന്ന സിനിമ ഈ വരുന്ന വ്യാഴാഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 25 ദിവസം കൊണ്ട് സിനിമ 28 കോടി 25 ലക്ഷം രൂപയാണ് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. മാർക്കോ സിനിമ ഇപ്പോൾ 24 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. സിനിമയുടെ എസ്റ്റിമേറ്റഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ നിന്നും 67 കോടി 7 ലക്ഷവും ഓവർസീസിൽ നിന്നും 32 കോടി 3 ലക്ഷവും സിനിമയുടെ മലയാളം വെർഷനിൽ നിന്നും മാത്രം 80 കോടി 8 ലക്ഷവും മറ്റു ഭാഷകളിൽ നിന്നും 19 കോടി 3 ലക്ഷവുമാണ് മാർക്കോ സിനിമയുടെ എസ്റ്റിമേറ്റഡ് കളക്ഷൻ. അങ്ങനെ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എന്നത് 100 കോടി ആയിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ ഹൊറർ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം മാർച്ച് മാസത്തിലായിരിക്കും ആരംഭിക്കുക എന്ന് സിനിമയുടെ ഡയറക്ടറായ രാഹുൽ സദാശിവൻ ഒരു ഇൻ്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ നടന്നു വരികയാണെന്നും പറയുന്നുണ്ട്. ബാക്കി ഈ കാസ്റ്റൊക്കെ ലോക്കാവാണ്. പിന്നെ മാർച്ചിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഹൊറർ വിടുന്നില്ല. ഹൊറർ ആക്ച്വലി കോവിഡില് നമ്മളെല്ലാരും കോവിഡ് കാലത്ത് ഒരു 1.5 കൊല്ലം എല്ലാവരും ക്വാറന്റൈൻ ചെയ്തത്. അപ്പൊ ഞാൻ ഒരു 10 കൊല്ലം ക്വാറന്റൈനിൽ ഇരുന്നിട്ട് കുറെ ഹൊറർ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മെല്ലെ ഓരോന്ന് പുറത്തേക്ക് എടുക്കാൻ വെച്ചു. സോ അത് ഹൊററാണ് ഇപ്പൊ തൽക്കാലം അതിലേക്ക് അങ്ങനെ പോട്ടെ.